ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയാണ്. തക്കാളിയും സവാളയും ഒന്നും ചേർക്കാതെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ചെടുത്ത ചുവന്നുള്ളി ഒരു 10 അല്ലി കാണും, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഇതിനു വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 3 തണ്ടോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ആവശ്യത്തിനുള്ള വെള്ളം ആയിക്കോളും. അതിനുശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് ആയ ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിയുമുണ്ട്. ചിക്കൻ വെന്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടിപൊളി ചിക്കൻ കറിയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.